ആക്രമിക്കപ്പെട്ട നടിയുമായും ദിലീപുമായും ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ആ രീതിയിലേക്കുള്ള അന്വേഷണം അന്വേഷിക്കാനുള്ള മൊഴി രേഖപ്പെടുത്താനുള്ള സാഹചര്യം എന്തെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്? ഇപ്പോൾ ഈ മൊഴി എടുക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും ക്രൈമുമായി എന്തെങ്കിലും ബന്ധമുള്ളവരെ മാത്രം അല്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു പരിഗണനയൊന്നുമല്ല. ഈ അക്രമത്തിനിരയായ നടിയുമായോ അല്ലെങ്കിൽ ദിലീപ് നാദർഷ കൂട്ടുകെട്ടുമായോ എന്തെങ്കിലും സൗഹൃദമോ ബന്ധമോ ഉള്ള എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമായിരിക്കുന്നത്. ഇപ്പോ ഒരുപക്ഷെ നടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ സൗഹൃദമാവുകയോ അകൽച്ചയോ വിരോധമോ എന്തായാലും അതും പരിഗണിക്കേണ്ട. ഏതെങ്കിലും തരത്തിൽ ഈ സർക്കിളിനുള്ളിൽ വരുന്ന എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അത് ഇനി മുതലല്ല, തുടക്കം മുതൽ അത് തന്നെയായിരുന്നു എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് വിശദീകരിച്ചത്. കാരണം ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശാനുതകുന്ന ചില തെളിവുകൾ ലഭിച്ചു എന്നല്ലാതെ പൊതുവിൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സോ ശാസ്ത്രീയ തെളിവുകളോ പോലീസിന് ലഭിച്ചില്ല. അപ്പോൾ എവിടെ നിന്ന് എന്ത് വിവരം ലഭിച്ചാലും ശേഖരിക്കുക എന്ന ഒരു ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അങ്ങനെ നിലപാടെടുത്തത്. ഏതെങ്കിലും തരത്തിൽ നടിയുമായോ ദിലീപുമായോ നാദൃശയായോ ഏതെങ്കിലും തരത്തിൽ അത് സൗഹൃദമായോ അകൽച്ചയോ ഏത് തരത്തിലുള്ള ബന്ധം സൂക്ഷിക്കുന്നവർക്കും വരെയും വിളിച്ചു മൊഴിയെടുക്കുക എന്നുള്ളതാണ് നിലപാട്. നമുക്ക് ഒപ്പം പറയേണ്ട കാര്യം അതിന്റെ ഭാഗമായാണ് മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികം മഞ്ജു വാര്യരെ ചോദ്യം ചെയ്തു തുടങ്ങിയ വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. പക്ഷെ ഇത്തരമൊരു സാഹചര്യം ഇത്തരമൊരു നിലപാട് ഉള്ളത് കൊണ്ടാണ് മഞ്ജു വാര്യരുടെ മൊഴി രഹസ്യമായെങ്കിലും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. കാരണം എന്തെങ്കിലും വിവരം ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മഞ്ജുവിന് നൽകാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ് നടത്തിയത് പോലീസ്. ആ അന്വേഷണ സംഘത്തിന്റെ പൊതുവിലുള്ള നിലപാടും അത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ക്രൈമുമായി ഇൻവോൾവ് ചെയ്തവരെ മാത്രമല്ല വിളിപ്പിക്കുന്നത്. പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, അവരെ ചോദ്യം ചെയ്തുവെന്നും അവർക്ക് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ശരിയല്ല എന്ന നിലപാടാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പോലീസ് പരിഗണിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏതെങ്കിലും തരത്തിൽ ഈ സിനിമാ മേഖലയിൽ ഇവരൊക്കെയായി വ്യക്തിബന്ധം സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അകൽച്ച പാലിക്കുകയോ എന്തെങ്കിലും മുൻവിരോധത്തിന്റെയൊക്കെ പേരിൽ അകൽച്ച പാലിക്കുകയോ ചെയ്യുന്നവരെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നിലപാട്. കാരണം അന്വേഷണത്തിൽ അത്തരം കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പോലീസ് കണ്ടെത്തുന്നു. നമുക്കറിയാം, അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ധർമ്മജൻ പോകാട്ടി, KS പ്രസാദ്, നിർമ്മാതാവ് ആൻഡോ ജോസഫ് തുടങ്ങിയവരിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ചുരുക്കത്തിൽ അത്തരം അതായത് സാലി, ഒരുപക്ഷെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മറിച്ച് നമ്മൾ സാലി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗൂഢാലോചന അതേസമയം ആ തലത്തിലേക്കല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ തലം കൂടി അറിയുക, അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒരുപക്ഷെ തേടിയെത്താൻ കഴിയുന്ന എല്ലാവിധ മേഖലകളും തേടി അറിയുക, അതിന്റെ ഭാഗമായിട്ടൊക്കെ ഈ മൊഴി രേഖപ്പെടുത്തലിനെ നമ്മൾ കാണാൻ കഴിയും. പ്രദേശ എല്ലാ സാധ്യതകളും പോലീസ് തുറന്നിടുകയാണ്. ഒരു പക്ഷേ ഈ കേസുമായി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ആളുകളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന നിർണായക മൊഴികൾ, തെളിവുകൾ ലഭിക്കുക എന്ന് പോലീസ് കരുതുന്നു. ചിലർക്ക് ഒരു പക്ഷേ അത് പ്രധാനമായും ഉപയോഗപ്പെടുത്തുക ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണ്. കാരണം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ചില സാമ്പത്തിക ഇടപാടുകളും ഭൂമി ക്രയവിക്രയത്തിന്റെ ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഒക്കെ ഉണ്ട് എന്ന് പോലീസിന് സംശയമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരിൽ നിന്ന് എടുക്കുന്ന മൊഴികളിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും അതുവഴി ഉണ്ടായി എന്ന് പറയപ്പെടുന്ന അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ ഒരുപക്ഷെ ഒരു ടോക്കിൽ പോലീസിന് ലഭിച്ചേക്കാം. അത് ഒരു സാധാരണ നിലയിൽ ഒരു സൗഹൃദ സംഭാഷണം എന്ന പോലെ തന്നെ, ചോദ്യം ചെയ്യൽ പോലെ അല്ലാതെ ഒരു സൗഹൃദ സംഭാഷണം എന്ന പോലെ തന്നെ ഈ ചലച്ചിത്ര താരങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ പിന്നണിയിലും അണിയറയിലും ഒക്കെ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരിൽ നിന്നുമൊക്കെ എടുക്കുക, ചോർത്തിയെടുക്കുക എന്നുള്ള ഒരു തന്ത്രപൂർവ്വ സമീപനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ജു വാര്യരിൽ നിന്ന് മൊഴിയെടുത്തത്. അല്ലാതെ മഞ്ജു വാര്യരെ ഈ ക്രൈമുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം പോലീസിനില്ല. കൃത്യമായി മഞ്ജുവിൽ നിന്ന് എന്തെങ്കിലും ഈ കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണ ഗതിയിൽ എന്തെങ്കിലും നിർണായകമായി കൈമാറാൻ മഞ്ജുവിന് സാധിച്ചാൽ അതായി എന്നാണ് പോലീസ് കരുതുന്നത്. അതിന്റെ ഭാഗമായാണ് മഞ്ജുവിനെ ചോദ്യം ചെയ്തത്. നമുക്കറിയാം, ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ കാവ്യ മാധവനെ നിന്ന് മൊഴിയെടുക്കുകയോ കാവ്യ മാധവനിൽ നിന്ന് വിവരങ്ങൾ അറിയാനോ പോലീസ് ശ്രമിക്കും. കാരണം അവരിപ്പോൾ സ്ഥലത്തില്ല എന്നാണ് പോലീസ് പറയുന്നത്. വന്നാൽ ഉടൻ തന്നെ പോലീസിന് മുന്നിൽ എത്തിക്കോളാം എന്ന വിവരം പോലീസിന് അവർ കൈമാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാവ്യ തിരികെ എത്തിയാൽ ഉടൻ തന്നെ കാവ്യയിൽ നിന്ന് മൊഴിയെടുക്കാം.
ഒരു പക്ഷേ ഇതിൽ ക്രൈമിൽ ഏതെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ ആ മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യേണ്ട ശൈലിയിലേക്കും ഒക്കെ മാറിയേക്കാം. പക്ഷെ പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആളുകളെ വിളിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും ചെയ്യുന്ന അവർക്ക് എന്തെങ്കിലും ഈ ക്രൈമിൽ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന തങ്ങളുടെ ഒരു നിലപാടിന്റെ ഭാഗമാണ് എന്നാണ് പോലീസ് വിശദീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു പക്ഷേ സാലി നടൻ ലാലുണ്ട്, ലാലിന്റെ മകനുണ്ട്. മകൻ സംവിധാനം ചെയ്ത ചിത്രവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കേന്ദ്രീയ നടി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സഹകരിച്ചിരുന്ന മേഖല, ഈ മേഖലയുള്ളവർ പി ടി തോമസ് അടക്കമുള്ളവർ, ഇങ്ങനെ വിവിധ ആളുകളുടെയൊക്കെ തന്നെ മൊഴികൾ സ്വാംശീകരിക്കുക, ശേഖരിക്കുക, അതിനൊക്കെയുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ആരൊക്കെയായിരിക്കും ഒരു പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി ഇനിയുള്ള പോലീസിന്റെ മുന്നിലുള്ള മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് ആരിലേക്കായിരിക്കും ഒരു പക്ഷേ പോലീസ് പോവുക? പ്രദേശ് സിനിമാ മേഖലയിലെ ഉള്ളറ രഹസ്യങ്ങൾ തേടിയാണ് പോലീസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതിൽ കൃത്യമായി ഈ സിനിമാ മേഖലയിലെ പലർക്കും ചെറുതും വലുതുമായ ചില കുറ്റകൃത്യങ്ങളിലൊക്കെ നേരിട്ടും അല്ലാതെയും പങ്കുണ്ട് എന്ന് പോലീസിന് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് കള്ളപ്പണം ഒളിപ്പിക്കുക, മറ്റു ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുക, അങ്ങനെ നിരവധിയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സിനിമാ മേഖലയിലുള്ള ചിലർക്കെങ്കിലും ബന്ധമുണ്ട് എന്ന സംശയം പോലീസിനുണ്ട്. അങ്ങനെ ചില മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. മറ്റൊന്ന്, നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് സമാന്തരമായി ഒട്ടേറെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഈ പ്രസ്തുത നടി അക്രമത്തിന് ഇരയായ ശേഷം ആദ്യം ഓടിയെത്തിയത് നടൻ ലാലിന്റെ വീട്ടിലേക്കാണ്. ഒപ്പം ലാലിന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായും പ്രതീക്ഷ ചോദിച്ചതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലാലിന്റെയും മകന്റെയും മൊഴി ഇതിനകം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അന്ന് രാത്രി ഈ സംഭവം അറിഞ്ഞ് ആദ്യം അവിടെ ഓടിയെത്തിയവരിൽ ഒരാളാണ് നിർമ്മാതാവ് ആന്റോ ജോസഫ്. അദ്ദേഹത്തിൽ നിന്ന് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ അന്ന് നടന്ന സംഭവവികാസങ്ങളുടെ ഒരു പൂർണ്ണ രൂപം പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പൾസറിനെ ഈ സംഭവം നടന്ന ശേഷം ആദ്യം വിളിച്ചത് ആന്റോ ജോസഫാണ്. എന്താണ് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്ന് അദ്ദേഹം വിശദീകരിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ തൃക്കാക്കര MLA പി ടി തോമസ് ആണ് ആ സമയത്ത് അവിടെ എത്തിയത്. പി ടി തോമസിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്കറിയാം അദ്ദേഹം നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് സ്പീക്കറിൽ നിന്ന് അനുമതി തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ അന്വേഷണ സംഘത്തിൽ വിളിച്ചു വരുത്തണമെങ്കിൽ അങ്ങനെ ചില നടപടിക്രമങ്ങൾ അതുകൊണ്ട് തന്നെ വൈകിയേക്കും. പക്ഷെ പി ടിയിൽ നിന്ന് ഒരുപക്ഷെ വിവരങ്ങൾ ഇതിനകം ശേഖരിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ ഇവർക്കൊക്കെ ഏതെങ്കിലും ഈ ക്രൈം മൂടിവെക്കുന്നതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? പൾസർ സുനിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതിൽ, അന്ന് പൾസർ സുനി കൃത്യത്തിന് ശേഷം രക്ഷപ്പെടാൻ സഹായിച്ചതിൽ പി ടി തോമസിനൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളും നടക്കും. സമാന്തരമായി തന്നെ ഈ ക്രൈമിന്റെ ചിത്രത്തിൽ ഒരിടത്തും വരാത്ത ദിലീപിന്റെയും പ്രസ്തുത നടിയുടെയും സൗഹൃദ വലയത്തിലുള്ള എല്ലാവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള സമീപനമാണ് പോലീസിന്റേത്. വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. സാലി, ഇതുവരെയുള്ള ഈ നമ്മൾ സംസാരിക്കുന്ന ഈ ഘട്ടം വരെയുള്ള അന്വേഷണത്തിന്റെ രീതി സംബന്ധിച്ച് എവിടെ വരെ എത്താൻ കഴിഞ്ഞു എന്ന് അനൌദ്യോഗികമായിട്ട് പോലീസ് സംവിധാനങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ടോ? അവരൊക്കെ സംസാരിക്കുമ്പോൾ, പല ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സൂചനയിലൂടെ ഏതറ്റം വരെ ഒരു പക്ഷേ ഈ കേസിൽ ഗൂഢാലോചനയുടെ ഒരു തലം, ആ തലത്തിലേക്ക് എങ്ങനെ പോകാൻ കഴിഞ്ഞു? മാത്രമല്ല പൾസറിന്റെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ച് കൂടുതൽ കോടതിയിലടക്കം ആ പ്രതിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ അടക്കം ഏകോപിപ്പിക്കുന്നതിലും ഒപ്പം ഗൂഢാലോചനയുടെ ഈ രണ്ട് വശങ്ങൾ, അതൊക്കെ എത്രത്തോളം കൊണ്ടുപോകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞു എന്നാണ് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രതീക്ഷ പ്രധാനമായും ഈ കൃത്യം നടത്തിയതിന് പിന്നിലെ ഗൂഢാലോചനയിലേക്കുള്ള അന്വേഷണം പൂർണ്ണമായും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരർത്ഥത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് ആ അന്വേഷണ കാര്യത്തിൽ പോലീസ് എന്ന് പറയാം. പക്ഷേ പോലീസ് ഇപ്പോൾ ഈ ഗൂഢാലോചനയിലേക്ക് എത്താൻ മറ്റൊരു വഴി കണ്ടെത്തിയിരിക്കുന്നത്, ഈ പൾസർ സുനിക്ക് ജയിലിൽ മൊബൈൽ ഫോൺ എത്തിയ വഴിയിലൂടെ ഇപ്പോൾ പോലീസ് സഞ്ചരിക്കുകയാണ്. അങ്ങനെ പൾസറിന് ഫോൺ എത്തിയതിനിടയിൽ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആർക്കെങ്കിലും ബന്ധമുണ്ടോ, പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മൊബൈൽ ഫോൺ ജയിലിലെത്തിയ വഴിയിലൂടെ സഞ്ചരിച്ച് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ ഗൂഢാലോചനയിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് പോലീസ് നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുതിയ ചില ഡെവലപ്മെന്റ്സ് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ ജയിലിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട 1-2 പുതിയ രണ്ട് ആളുകളെയും കൂടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
അത് മലപ്പുറം സ്വദേശി ഇമ്രാനാണ്. അയാളാണ് കോയമ്പത്തൂരിൽ നിന്ന് ഫോൺ കാക്കനാട് ജയിലിന്റെ പരിസരത്ത് വരെ എത്തിച്ചു കൊടുത്ത് വിഷ്ണുവിന് കൈമാറുകയും വിഷ്ണു ജയിലിനുള്ളിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇമ്രാനെ പിടിച്ചാൽ ഈ ഇമ്രാന് ഫോൺ കൈമാറിയതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇമ്രാൻ ഫോൺ എത്തിച്ചു കൊടുത്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികളുണ്ടോ? മറ്റാരെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇമ്രാൻ ആര് പോലീസ് എന്ന് പോലീസിന് വ്യക്തമാവുകയുള്ളൂ. അങ്ങനെയും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരേ ദിശയിലേക്ക് ഉള്ള അന്വേഷണം നടക്കുമ്പോൾ തന്നെ അത് പല രീതിയിൽ ഒരേ സമയം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ഗൂഢാലോചനയുടെ ശക്തികളെ പുറത്തു കൊണ്ടുവരാനുള്ള അവസാന ശ്രമത്തിലാണ് പോലീസ് എന്ന് തന്നെ പറയാം.